ഹായ് ബ്രോസ്. ദുരൂഹമായ ഈ ലോകത്ത് ദുരൂഹമായ പല കഥകളും നടക്കാറുണ്ട്. ചില കഥകൾ ആ മറ നീക്കി പുറത്തു വരും. എന്നാൽ മറ്റു ചില കഥകളുണ്ട്, വലിയ ഒരു ചോദ്യചിഹ്നമായി അത് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നീണ്ട 93 വർഷമായി ഉത്തരം കിട്ടാത്ത ഒരു സംഭവമാണ് ദ വാനിഷിംഗ് വില്ലേജ് ഇൻ കാനഡ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കാനഡയിൽ വളരെ ദുരൂഹമായി കാണാതായ ആ വില്ലേജിനെ പറ്റിയിട്ടുള്ള കഥയുമായിട്ടാണ്. വരൂ, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് വെൽക്കം ബാക്ക് ജി ബ്രോസ്. വർഷം 1930. സ്ഥലം കാനഡയിലെ അങ്കിഗുനി എന്ന തടാകത്തിന് തീരത്തുള്ള അതിമനോഹരമായ ഒരു ഗ്രാമം. അത് ഒരു ശരത്കാലത്തിന്റെ അവസാനമായിരുന്നു. ഏതാണ്ട് 40ഓളം കുടുംബങ്ങൾ മാത്രമേ ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നുള്ളൂ. അവരെല്ലാവരും തന്നെ എക്സിമോസുകളായിരുന്നു. എക്സിമോസുകൾ എന്ന് വെച്ചാൽ മഞ്ഞ് പ്രദേശത്ത് ജീവിക്കുന്നവർ. നിങ്ങൾക്കറിയാമല്ലോ. അന്ന് കുറച്ചധികം വൈകിയാണ് ജോ ലെബല്ലോ എന്നയാൾ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അയാൾ ഒരു വസ്ത്രവ്യാപാരിയാണ്. അതായത് മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നയാൾ. അയാൾ കച്ചവടം കഴിഞ്ഞു പോകുമ്പോൾ പലപ്പോഴും ആ ഗ്രാമത്തിലൂടെ പോകാറുണ്ട്. ഇടയ്ക്കിടെ ആ ഗ്രാമത്തിൽ തങ്ങാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമീണരിൽ പലരും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാർ കൂടിയാണ്. അന്നും അയാൾ പതിവ് പോലെ ആ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ ഉച്ചത്തിൽ സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്തു. പക്ഷെ സാധാരണ ഉള്ള പോലെ തിരിച്ച് അഭിവാദ്യം ചെയ്യാൻ തന്റെ സുഹൃത്തുക്കളെ ആരും തന്നെ അവിടെ കാണുവാൻ സാധിച്ചില്ല. ലെവലിലേക്ക് അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. അദ്ദേഹം പതിയെ ഗ്രാമത്തിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഗ്രാമത്തിലേക്ക് അടുക്കും തോറും അയാളുടെ ഉള്ളിൽ എന്തൊന്നില്ലാത്ത ഒരു ഭയം വ്യാപിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവിടെയെങ്ങും നിശബ്ദമായിരുന്നു. സാധാരണ കുട്ടികളുടെ കളിച്ചിരികളിൽ മുങ്ങിയിരുന്ന ആ ഗ്രാമം അന്ന് തികച്ചും നിശബ്ദമായിരുന്നു. ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത അവിടെയെങ്ങും തളം കെട്ടിക്കിടന്നിരുന്നു. പെട്ടെന്ന് ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് 2 നായ്ക്കൾ ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് അയാൾക്ക് നേരെ വന്നു. ആ ഇരു നായകളുടെയും രൂപം പട്ടിണി കിടന്ന് എല്ലും തോലുമായ രീതിയിലായിരുന്നു. ലെവലിലെ ചുറ്റിലും കണ്ണോടിച്ചു. എല്ലാ വസ്തുക്കളും അതത് സ്ഥാനത്ത് കാണപ്പെട്ടു. പക്ഷേ അവിടെയൊന്നും ഒരൊറ്റ മനുഷ്യനെ പോലും കാണാൻ സാധിച്ചില്ല. അയാൾ ഭീതിയോടെ ആ സത്യം മനസ്സിലാക്കി. ആ ഗ്രാമത്തിൽ മനുഷ്യനായിട്ട് താൻ മാത്രമേ ഉള്ളൂ. ഈ ചിന്ത അയാളെ വല്ലാത്തൊരു ഭീതിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ധൈര്യം സംഭരിച്ചുകൊണ്ട് ലെവലിലെ ആ ഗ്രാമത്തിലെ ടെന്റുകളെല്ലാം പരിശോധിക്കുവാൻ ആരംഭിച്ചു. ഓരോ ടെന്റിലേക്ക് കടക്കും തോറും അയാളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. അയാളുടെ ഭയം ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഓരോ ടെന്റിലും അയാൾ ജീർണിച്ച മൃതശരീരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എല്ലാ ടെന്റുകളും പരിശോധിച്ചതിനു ശേഷം അയാളെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു ടെന്റിലും മൃതശരീരങ്ങൾ കാണുവാൻ സാധിച്ചില്ല. പകരം അയാൾക്ക് എല്ലാ ടെന്റിലും കാണാൻ സാധിച്ചത് പകുതി വേവിച്ച ഭക്ഷണ സാധനങ്ങളും വേവിച്ചു വെച്ച മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളുമായിരുന്നു. മാത്രമല്ല വസ്ത്രങ്ങളും പകുതി തുന്നിയ വസ്ത്രങ്ങളും വരെ അവിടെ ഇവിടെയായിട്ട് കാണപ്പെട്ടു. അതുപോലെ എക്സിമോസുകൾ ഉപയോഗിക്കുന്ന റൈഫിലുകൾ, തോക്കുകളെല്ലാം തന്നെ അതത് സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ തോക്കുകൾ എടുക്കാതെ അവരാരും പുറത്തേക്ക് പോകാറില്ല. പക്ഷെ ലെവലിലെ ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോഴും അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഈ വസ്തുക്കളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് കുറഞ്ഞത് 2 മാസമെങ്കിലും ആയി കാണും. അതായത് ആ ഗ്രാമത്തിൽ മനുഷ്യവാസം ഇല്ലാതായിട്ട് ഏകദേശം 2 മാസമായിരിക്കുന്നു. അയാൾ ടെന്റുകളിൽ നിന്നിറങ്ങി നേരെ അങ്കിഗുനി തടാകത്തിലേക്ക് അടുത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ഏതാനും മീനുകളെ പിടിച്ച് ഈ നായകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. പക്ഷെ കുറച്ചു നേരം നായ്ക്കൾ ഭക്ഷണം കഴിക്കാതെ ഒരു പ്രത്യേക ദിശയിലേക്ക് നോക്കി നീട്ടിക്കുറയ്ക്കുന്നു. അയാൾ ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അയാളെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ 5 നായ്ക്കളുടെ ശവശരീരങ്ങൾ കിടന്നിരുന്നു. ലെവലിലേക്ക് അന്ന് അവിടെ തങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിൽ ഏകനായി ഭയത്തോടെയാണെങ്കിലും അന്ന് അയാൾ ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. നേരം വെളുത്തതും റോയൽ കനേഡിയൻ മൗണ്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഉള്ള കാര്യമെല്ലാം ഇദ്ദേഹം തുറന്നു പറയുന്നു. ഇത് കേട്ട് പോലീസ് നേരെ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവരുടെ അന്വേഷണത്തിൽ ലെവലിലെ തലേ ദിവസം കണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർക്കും കാണാൻ സാധിച്ചുള്ളൂ. കൂടുതലൊന്നും തന്നെ അവർക്ക് കാണാൻ സാധിച്ചില്ല. പകുതി വേവിച്ചു വെച്ച ഭക്ഷണവും പകുതി തുന്നിവെച്ച ഉടുപ്പുകളും അതുപോലെ തന്നെ തടാകത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കയാക്കുകളും. ഒറ്റ കാഴ്ചയിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി
പുറത്തേക്ക് ഇറങ്ങിയതുപോലെയായിരുന്നു ആ വീടുകളെല്ലാം കിടന്നിരുന്നത്. അവസാനം പോലീസ് ആ നിഗമനത്തിൽ എത്തുന്നു. ഗ്രാമീണരെ എല്ലാവരെയും ഏതോ ഒരു അജ്ഞാതൻ കൊലപ്പെടുത്തിയതിനു ശേഷം കടന്നു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ പോലീസ് സംശയം തോന്നുന്ന ഇടത്തെല്ലാം കുഴിച്ചു നോക്കുവാനായിട്ട് ഉത്തരവിടുന്നു. പോലീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗ്രാമീണരുടെ ശവശരീരങ്ങൾ എവിടെ നിന്നും ലഭിച്ചതില്ല. മാത്രമല്ല അവരുടെ പൂർവികരുടെ കല്ലറയിൽ നിന്ന് മൃതശരീരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്കിക്കുഞ്ഞ് വില്ലേജിന്റെ ദുരൂഹതകൾ ഇന്നും ചുരുളഴിയാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഗ്രാമീണരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല കഥകളും പ്രചാരത്തിലുണ്ട്. അതിൽ തന്നെ കൂടുതൽ പ്രചാരം കിട്ടിയ 2 കഥകൾ ഇവയൊക്കെയാണ്. മൗണ്ടൻ പോലീസ് കമ്മീഷണറായ സ്കോട്ട്ലാൻഡ് സ്റ്റാർനസ് അതുപോലെ തന്നെ ഏജന്റായ നെൽസണും കൂടി നടത്തിയ അന്വേഷണത്തിൽ ഈ ജോ ലെബല്ലോ എന്നയാൾ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല അങ്കിക്കുഞ്ഞി തടാകത്തിന് സമീപത്തുള്ള ആ ഗ്രാമത്തെക്കുറിച്ചോ ആ ഗ്രാമീണരുടെ തിരോധാനത്തെക്കുറിച്ചോ ആ പ്രദേശത്തുള്ളവർക്കൊന്നും തന്നെ വലിയ അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ വ്യാജമാണെന്നും പ്രശസ്തിക്ക് വേണ്ടി കെട്ടിച്ചമച്ചതുമാണെന്നുള്ള വാദമാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ വാദം എന്താണെന്ന് നോക്കാം. ഇത് UFO അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വാദം നിലകൊള്ളുന്നത്. അന്യഗ്രഹ ജീവികൾ റിസർച്ചിനായി ഈ ഗ്രാമവാസികളെയും മനുഷ്യ ശരീരങ്ങളെയും കടത്തിക്കൊണ്ടുപോയി എന്നാണ് മറ്റൊരു തിയറി. അന്യഗ്രഹ ജീവികൾ ഇന്നും കണ്ടുപിടിക്കാത്ത ഒരു സമസ്യയാണ്. അതുകൊണ്ട് ഈ വാദം പൂർണ്ണമായി വിശ്വസിക്കാനാവില്ല. പക്ഷെ നമുക്ക് ലഭിച്ച പഴയ കൽവെട്ടുകളിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചും അന്യഗ്രഹ ജീവികളുടെ പേടകത്തെക്കുറിച്ചുമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിയറി എഴുതി തള്ളുവാനും സാധിക്കില്ല. ദ വാനിഷിംഗ് വില്ലേജ് ഇൻ കാനഡ ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് വെറും കെട്ടിച്ചമച്ച കഥയാണോ അതോ അന്യഗ്രഹ ജീവികളുടെ ഇടപെടലുകളാണോ? എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സൗജന്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യലും ലൈക്ക് ബട്ടൺ അമർത്തലും. ഇത്തരത്തിലുള്ള വീഡിയോ വീണ്ടും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താനും ശ്രമിക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.